ഓക്കെ. എൻ്റെ അമേരിക്കയിലെ ആദ്യത്തെ ജോലി തുടങ്ങുവാണ്. അമേ അത് അതാണ്. എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ കേരളത്തിന് പുറത്തെങ്ങും പോയിട്ടില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. തിരുവല്ലായ എൻ്റെ പാലസായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരിക്കലെ കോൺഫറൻസിനായിട്ട് ഗുജറാത്തിൽ പോയി. അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അങ്ങനെ ഒരു വട്ടം മാത്രമേ കേരളത്തിൽ ഞാൻ പുറത്ത് പോയിട്ടുള്ളൂ. പിന്നെയാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ പിന്നെ ഗാൽവെസ്റ്റോണി വന്നു. എല്ലാ എക്സൈറ്റ്മെൻറ്റാണ്. എന്തോ ആണ്. പക്ഷേ അന്ന് ചെറുപ്പമായതുകൊണ്ട് ഇങ്ങനെ പിരി നടക്കുമായിരുന്നു എല്ലാ കാര്യത്തിനും. ഗാൽവെസ്റ്റോണി വന്നപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. അവിടെ വന്നപ്പോഴേ അവിടെ ഒരു 2-3-4 പേരുണ്ടായിരുന്നു. അവിടെ മലയാളം അല്ലാതെ കുറച്ച് പേര് കൂടി എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്ന് നേഴ്സസിനെ ഇങ്ങനെ ചൂസ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് അവർ പാസ്സാകുന്നവർക്ക് ഇവിടെ വന്ന് 2 വർഷത്തെ കോഴ്സുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുക. അവിടുത്തെ നമ്മുടെ നേഴ്സിങ്ങും നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം പഠിപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യുക. പഠന രീതികളും ജോലി രീതികളെല്ലാം. അന്നേരം അതിനിടയ്ക്ക് ഞങ്ങളെ ഫ്ലോറിൽ വാടി കൊണ്ടുപോയിട്ട് അതെല്ലാം പഠിപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ. അങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതി യാതൊന്നും അറിയാൻ മേല. ഞങ്ങളുടെ ഈ സീനിയേഴ്സായിട്ടുള്ള കുറച്ച് പേരൊക്കെ അങ്ങനെയാന്നൊക്കെ പറയും. അവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഡോമിനടുത്ത് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഡോം തന്നു. ഒരു റൂമിനകത്ത് 2 പേരായിട്ട് താമസിക്കേണ്ടത്. അവിടുന്ന് ഈ അന്നും ഉണ്ട് ക്രോഗറെ അവിടുന്ന് 1 മൈലോളം നടക്കണം. അവിടെയുണ്ട്. അവിടെ നടന്നെല്ലാവരും പോകുന്ന അവിടെ കാട്ടും കൊണ്ട് പോയി കുറച്ച് ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് നേരത്തെ വന്നിട്ട് 1 വർഷം മുമ്പൊക്കെ വന്നിട്ട് 1-2 വർഷം ചിലരൊക്കെ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് റൈഡ് തരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് നടക്കും. ചെറുപ്പമായതുകൊണ്ട് അതൊന്നും ഒരു കാര്യമായിട്ട് എടുത്തില്ല. അത്യാവശ്യത്തിന് വല്ല മേടിച്ചാൽ മതിയല്ലോ. അധികമൊന്നും മേടിക്കാനും എടുക്കാൻ ഒന്നാമത് കൈ പൈസയില്ല. തീരെ വളരെ അതും ഒരു ഡിഫിക്കൽട്ടായിരുന്നു. നമുക്ക് $7 കൊണ്ടുവരാനൊക്കത്തുള്ളൂ. ഇവർ സ്റ്റൈഫൻഡ് തരുമായിരുന്നു. അത് അന്ന് $2-2.5 അതാണ് 1 മണിക്കൂറിന് തരുന്നത്. അന്നേരം ഒരു മാസം അതൊരു മാസത്തിലൊന്നേ തരത്തുള്ളൂ. ഇപ്പോഴൊക്കെയാണ് എവരി 2 വീക്സ് ആണല്ലോ. അന്ന് മാസത്തിലൊന്ന്. അത് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എനിവേ എൻ്റെ ഒരു ഫ്രണ്ട് ഡാളസിലുണ്ടായിരുന്നു. അതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു $50 അയച്ചു തരണം, അല്ലാതെ ഈ എൻഡ് ഓഫ് മന്ത് വരെ ജീവിക്കാൻ പ്രയാസമുണ്ട്, മറ്റുള്ള ആരോടാണ് ചോദിക്കുന്നത് എന്നും കൊണ്ട്. പിന്നെ ആ പുള്ളിക്കാരി, അതിൻ്റെ പേര് ലീലാമ്മ എന്നാണ്, പുള്ളിക്കാരി എനിക്ക് $50 അയച്ചു തന്നു. അതുകൊണ്ടാണ് ഒരു മാസം ഒരു വിധത്തിലൊക്കെ കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന അവരൊക്കെ കുറേ നല്ല ആൾക്കാരായിരുന്നു. കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് യൂണിഫോമും ഒക്കെ അവർ തന്നു ഞങ്ങൾക്ക്. അതെല്ലാം പോയി മേടിക്കണം. യൂണിഫോമും പിന്നെ ഷൂസ്, കൊച്ചു കാര്യങ്ങളൊക്കെ, തീരെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ മേടിച്ചുള്ളൂ. കാരണം മേടിക്കാൻ കൈ പൈസയില്ല. എനിവേ അങ്ങനെ കടയിൽ ഈ ഗ്രോസറിയിലൊക്കെ പോവുകയും വരികയും കൊച്ചു സാധനം മേടിക്കുകയും ചിലരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഡോമിൽ 2 പേരാണ് താമസിക്കേണ്ടത്. 2 പേരും കൂടെ അന്ന് $37 സംതിങ് കൊടുക്കേണ്ടത്. അതും പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ UTMPക്കാർ ഞങ്ങളുടെ ഫെയർ കൊടുത്തു. പക്ഷേങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് അടുത്ത് പൈസ കിട്ടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ തിരിച്ചയക്കണം. അത് കുറേ സ്മോൾ എമൗണ്ട് വീതം അവരെടുക്കത്തുള്ളൂ. സ്മോൾ എമൗണ്ട് നമുക്ക് ജീവിക്കാൻ വേണം എന്നുള്ളത് അവർക്കറിയാം. അതനുസരിച്ച് നമുക്ക് സ്മോൾ എമൗണ്ട് വീതം എടുത്ത് കൊടുത്തു തീർക്കും. 2 വർഷത്തിനകം കൊടുത്തു തീർക്കും. അങ്ങനെ അതൊക്കെ കൊടുക്കുകയും പിന്നെ ഡോമിൽ താമസിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ ഷിഫ്റ്റിൽ പോകണം. ഷിഫ്റ്റിലിപ്പോൾ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും ജോലിയും ചെയ്യണം. ജോലി ചെയ്താലേ അതിനായി സ്റ്റൈഫൻഡ് തരുന്നത്. എനിവേ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഓരോ ഷിഫ്റ്റും, അതിൽ കൂടുതലും മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഉണ്ട്. ഈവനിങ്ങിൽ ഒക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ പറയാൻ തോന്നുന്നു. പിന്നെ അവിടെ ഞങ്ങളെ ഈ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഈ പിന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അവരൊക്കെ വന്ന് ഞങ്ങൾക്ക് സെക്യൂരിറ്റിയുടെ ക്ലാസ് എടുക്കും. പറയും നിങ്ങൾ വളരെ സൂക്ഷിക്കണം, അത് വേണം കയ്യിൽ, സെക്യൂരിറ്റിക്ക് പിന്നെ ഇന്നതിനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് അതൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ലാത്തോ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഞാൻ രാത്രി ജോലിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ
ഇറങ്ങി പിന്നെ ഞങ്ങൾ ഈ ക്യാമ്പസിൽ തന്നെയാണ് താമസിക്കുക. ക്യാമ്പസിലാണെങ്കിലും 1 മൈൽ 1.5 മൈലോളം നടക്കണം അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന ഡോമിൽ ചെല്ലണമെങ്കിൽ. ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുക ഞാൻ വൈകിട്ട്. അന്ന് ഭയങ്കര ബിസി. ഇവിടുത്തെ ജോലി തീർക്കാന്ന് വെച്ചാൽ എല്ലാം പരിചയമില്ലാത്തതുകൊണ്ട് സ്ലോലി എല്ലാം ചെയ്യാൻ നോക്കും. എന്നാൽ എല്ലാം ചെയ്ത് തീർക്കാതെ പോകത്തുമില്ല. അങ്ങനെ കഴിഞ്ഞിച്ച് അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ ഇങ്ങനെ നടന്നങ്ങ് പോയി. സൈഡിൽ കൂടിയാണ് നടന്ന് പോകുമ്പോൾ എനിക്കറിയാം പുറകിൽ കൂടി എന്തോ ഒരു കാറ് വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അടുത്ത് ആരാ ഇപ്പോൾ കാറ് വരും. അപ്പം ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കാതെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി. അന്ന് എനിക്ക് മനസ്സിലായി കാറ് രണ്ട് ആൾക്കാരും ഇരിപ്പുണ്ട്. ഈ കാർ ഇങ്ങനെ എൻ്റെ പുറകെ ഓടി. ഞാൻ നടക്കുന്നതനുസരിച്ച് സ്ലോലിയാണ്. അപ്പം ഇത് സ്ലോലി പോകാൻ കാര്യമല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ സ്പീഡ് നടന്നു. ഞാൻ ആ സ്പീഡ് നടക്കുന്നതനുസരിച്ച് ഈ കാറും ആ സ്പീഡിൽ. അന്നേരം എനിക്ക് മനസ്സിലായത് എന്തോ സംതിങ് അധികം ഉണ്ടല്ലോ എന്ന്. അന്നേരം ഞാൻ ഇച്ചിരിയോടെ സ്പീഡിലായിട്ട് ഞാൻ ഇച്ചിരി ഓടാൻ തുടങ്ങി. ഓടുന്നതനുസരിച്ച് ഈ കാറിൻ്റെ പുറകെ. അന്നേരം എനിക്ക് പേടി വല്ലാതെയായി. എന്നാ ഞാൻ അന്നേരത്തെ നല്ലപോലെ ഓടി. അന്നേരം ഞാൻ ദൈവമേ എന്നെ രക്ഷിക്കണം, ഇതെന്തോ ഒന്നും അറിയത്തില്ലല്ലോ എന്നും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓടി. അങ്ങനെ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ രണ്ട് കപ്പിൾസ് അവിടെ നിന്ന് വർത്തമാനം പറയുന്നു. അയ്യോ, അതിനോർത്ത് ദൈവദൂതന്മാരെ പോലെ അവരെ കണ്ടപ്പം ദൈവദൂതന്മാരെൻ്റെ അടുത്ത് വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഓടി അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 പേര്. അന്നേരം വേണ്ടോ പറയപ്പോൾ അതിലെന്തും പോയിനൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഷേക്കിങ് ലൈക്ക് എന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ ഡോമിൽ കയറണേ ഒരു 1/2 മൈലൂടെ പോകണം. എന്നാൽ ആ 1/2 മൈൽ ആണ് ഞാൻ വളരെ ഷേക്കോട് കൂടി അവിടെ ചെന്നിട്ട് അപ്പാർട്ട്മെൻറ്റ് തുറക്കാൻ മേല. കാരണം അങ്ങ് ഷേക്കായി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എനിവേ എവരിതിങ് വാസ് ഓക്കെ, നോ പ്രോബ്ലം, ദൈവം എന്നൊക്കെ രക്ഷിച്ചെന്ന് പറയും. അത് ആദ്യത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിവേ അവിടെ ഞങ്ങൾ 2 വർഷം കഴിച്ചു കൂട്ടി. ആ 2 വർഷം കഴിഞ്ഞ് ഈ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ആ 2 വർഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണം. പിന്നെ അവിടെ അത് കഴിഞ്ഞ് നിൽക്കാനൊക്കത്തില്ല. ഗ്രീൻ കാർഡൊന്നുമില്ല ഞങ്ങൾക്ക്. ഈ 2 വർഷത്തെ എൻ്റെ മാത്രമേ വീസായുള്ളൂ. അത് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഉള്ളവരെല്ലാം പിന്നെ പല രാജ്യങ്ങളിലേക്ക്, കാനഡയിൽ അന്ന് എടുക്കുമായിരുന്നു ഇങ്ങനെയുള്ളവർ. കാനഡ, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകും. അവർക്ക് അന്നൊക്കെ കിട്ടുമായിരുന്നു പോകും. അന്നേരം ഞങ്ങളും ഇങ്ങനെ ഓർത്ത് എവിടെയെങ്കിലും പോകേണ്ടതാണ്, ഇവിടെ വന്നല്ലേ എന്നൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുക. എവിടെയെന്നൊന്നും നിശ്ചയിച്ചില്ല. പിന്നെ 2 മാസം കൂടി ഉണ്ട്. അങ്ങനെ 2 മാസം കൂടി ഉള്ളപ്പോഴേ പിന്നെ അന്ന് പ്രസിഡൻറ്റ് നിക്സൺ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ UTMB എന്ന് പറയുന്നത് വലിയ സ്ഥാപനം, 1500 ബെഡാണെന്നുള്ളത്. അന്ന് ടെക്സാസിലെ ഏറ്റവും വലിയ സ്ഥാപനം അതായിരുന്നു. അവിടെ തന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. വലുതല്ല, ചെറിയൊരു ഇമിഗ്രേഷൻ. അവിടെ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സഹായിക്കാൻ വേണ്ടി. അടുത്ത ഡയറക്ടറുടെ പേര് മിസ്റ്റർ മില്ലർ ഞങ്ങൾ വിളിക്കുന്നത്. മിസ്റ്റർ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേരെ നോക്കിയതകത്ത് വന്നിട്ട് പറഞ്ഞു, യു ഗേൾസ് ഹാവ് എ ഗുഡ് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയതാണ് വന്നത്. ഞങ്ങൾ ഓർത്ത് എന്തോ ഗുഡ് ന്യൂസ്. അന്നേരം പറഞ്ഞ പോലെ നിക്സനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടു. ഓൾ എക്സ്ചേഞ്ച് സ്റ്റുഡൻസിനെ ഇവിടെ ഇമിഗ്രേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം അങ്ങനെ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആ 2 മാസത്തിനിടയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അതിന് ഹ്യൂസ്റ്റണിൽ വരണം. അന്ന് ഹ്യൂസ്റ്റണിൽ വന്ന് അതൊക്കെ അപ്ലൈ ചെയ്തു എടുത്ത് വിതിൻ 2-3 മന്ത്സ് ഞങ്ങൾക്ക് എല്ലാം അപ്രൂവായി കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് പോരേണ്ട സമയമാണ്. ഹ്യൂസ്റ്റണിലേക്കല്ല, ഓരോരുത്തരും അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോയി. പലരും കാലിഫോർണിയ, പിന്നെ പല സ്റ്റേറ്റുകൾ, ഞാൻ എല്ലാം ഓർക്കുന്നില്ല. ഡാളസിൽ ഒത്തിരി പേര് പോയി. കാലിഫോർണിയയിൽ അതിലും കൂടുതൽ പോയി. സാൻ ഫ്രാൻസിസ്കോ, ആ പ്രദേശത്തേക്കൊക്കെ പലരും പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെയും വിളിച്ചു അങ്ങോട്ട് പോകാൻ. പക്ഷേ ഇതിനിടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഗാൽവെസ്റ്റോണിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു ഫാമിലി, ഒരു വൈറ്റ് ഫാമിലി, ഈ ഹസ്ബൻഡും വൈഫും 2 പിള്ളേരും കൂടെ ഒരു ലെറ്ററുമായിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു ആരാ എന്നെ കാണാൻ വരുന്നത്, ഇതാരാന്ന് പറഞ്ഞു. ഈ ലെറ്റർ എന്നെ കാണിച്ചു. ഞാനത് വായിച്ചപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞങ്ങളുടെ തിരുവല്ലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡോക്ടർ ഡേവിസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വൈഫ് ലൈല, അവർ കനേഡിയൻസാണ്. അവർക്കറിയാം ഇവിടെ ഒരു കനേഡിയൻ ഫാമിലി ഉണ്ട്, അവരറിയുന്നത്. അന്നേരം അവർക്ക് ലെറ്റർ അയച്ചു. ഇന്ന പോലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പുള്ളിക്കാരിയെ വന്ന് കാണണം, സഹായിക്കണം, പിന്നെ
ചർച്ചിൽ കൊണ്ടുപോകാൻ ഒക്കെ സഹായിക്കണമെന്നും പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിവിടെ വന്ന് എവിടെ ചർച്ചിൽ പോവും, അതൊരു വലിയൊരു മെയിൻ ഇതായിരുന്നു. എനിവേ അവർ വന്ന് എന്നെ ഈ ലെറ്റർ കണ്ടു. അങ്ങ് ഒരു വീട്ടിലെ ഒരാളെ കണ്ട പോലുള്ള സന്തോഷമായിപ്പോയി. വളരെ നല്ല ലവിങ് ഫാമിലി. കൊച്ചു 2 ടീനേജ് പിള്ളേരും ഉണ്ട്. എല്ലാവരും കൂടെ. എനിവേ പിന്നെ ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞോട്ടെ. അന്ന് തൊട്ട് അവരുമായിട്ട് വളരെ ക്ലോസായി. എൻ്റെ ഒരു ഗോഡ് ഫാദർ പോലെ അവർ എല്ലാ ആവശ്യത്തിനും വിളിക്കുകയും. പക്ഷേ അവർ ഹ്യൂസ്റ്റണില്ല, ഞാൻ ഗാൽവെസ്റ്റോണിലുമാണ്. പിന്നെ അതിനെന്തോ ചെയ്യുമെന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ്ങിൽ അവർ വന്നിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ വൈകിട്ട് താമസിച്ച് മോർണിംഗിൽ സൺഡേ മോർണിംഗ് ഞങ്ങൾ വർഷിപ്പ് മീറ്റിംഗ് ഉണ്ട്. അവിടെ പോയി സൗത്ത് ഹ്യൂസ്റ്റൺ ബൈബിൾ ചാപ്പൽ അവിടെ മീറ്റിങ്ങിന് ഞങ്ങൾ പോകും. അതിലെല്ലാം രസമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം എന്നെ ഒരു പിന്നെ അതിന് പറയുന്ന ഈ അതിന് പറയുന്നയോ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ആളെ പോലെ കാണും. ആദ്യമായിട്ട് അവർ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സാരി കണ്ടിട്ടേ ഇല്ല. എന്നോട് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാരുള്ളൊരു ചർച്ച. എന്നോട് ചോദിച്ചാൽ ഫ്രണ്ടിൽ ഒന്നിക്കാം, എല്ലാവർക്കും ഒന്ന് കാണുമെന്ന്. എനിക്കതൊന്നും ഇഷ്ടമില്ല. എനിവേ ഐ ഹാവ് ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ അവരെല്ലാം ഇങ്ങനെ ആദ്യമായിട്ട് അവർ സാരി കാണുകയും പിന്നെ അവർ വളരെ കാര്യമായിട്ട് അന്ന് ചർച്ചുകാരും ഇവരെല്ലാം ടേക്ക് കെയർ ചെയ്തു. ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. ദാറ്റ് വാസ് എ പ്രെയർ ഓഫ് മൈ ഫാദർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ വലിയൊരു കൃപയെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഹ്യൂസ്റ്റണിലോട്ട് പോരാനുള്ള ആദ്യത്തെ വഴി ഒരുക്കുന്നത്. അതിനാണ് ഞാൻ ഈ ചരിത്രം പറയാൻ കാര്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ പോയിരുന്നു. പിന്നെ വേറെ ഈ പുള്ളിയുടെ പേര് ജോർജ് സിഡ്നി റേ എന്നാണ്. പിന്നെ പുള്ളിക്കാരുടെ പേര് മോറി. പുള്ളിക്കാരനെ വേറൊരു ഫാമിലി അറേഞ്ച് ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. അവരും വന്ന് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇവിടെ ചർച്ചിൽ പോകാനായിട്ട്. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പോകേണ്ട